സ്മൂത്ത് ക്രീം. സ്മൂത്ത് ക്രീം അർഷസ് പൈൽസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കൽ മരുന്നാണ്. ഘടകങ്ങൾ. ഇത് 4 സജീവ ഘടകങ്ങളുടെ സംയോജനമാണ്. കാൽസ്യം ഡോബസിലേറ്റ് രക്തക്കുഴലുകളെ ശക്തിപ്പെടുത്തുന്നു, വീക്കവും വീർക്കലും കുറയ്ക്കുന്നു. ലിഡോക്കെയിൻ പ്രദേശം മരവിപ്പിക്കുന്ന ഒരു ലോക്കൽ അനസ്തറ്റിക്, വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഹൈഡ്രോകോർട്ടിസോൺ വീക്കം, ചൊറിച്ചിൽ, വീക്കം എന്നിവ കുറയ്ക്കുന്ന ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡ്. സിങ്ക് ഓക്സൈഡ് അല്പം ഛേദനശക്തിയുള്ളത്, ഗുദത്തിന് ചുറ്റുമുള്ള പ്രകോപിതമായ തൊലിയെ ശമിപ്പിക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? വേദനയും ചൊറിച്ചിലും കുറയ്ക്കുന്നു. ലിഡോക്കെയിൻ ബാധിച്ച പ്രദേശം മരവിപ്പിക്കുന്നതിലൂടെ ഉടനടി വേദന സംഹാരം നൽകുന്നു. ഹൈഡ്രോകോർട്ടിസോൺ വീക്കവും ചൊറിച്ചിലും കുറയ്ക്കുന്നു, വീക്കം കുറയ്ക്കുന്നു. കാൽസ്യം ഡോബസിലേറ്റ് രക്തക്കുഴലുകളെ ശക്തിപ്പെടുത്തുന്നു, വീക്കവും ചോർച്ചയും കുറയ്ക്കുന്നു. സുഖപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നു. സിങ്ക് ഓക്സൈഡ് പ്രകോപിതമായ തൊലിയെ ശമിപ്പിക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു, സുഖപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഉപയോഗങ്ങൾ. പ്രധാനമായും അർഷസ് പൈൽസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ആന്തരികവും ബാഹ്യവുമായ അർഷസ് ഉൾപ്പെടുന്നു. ഗുദവിള്ളലുകൾ, ഗുദത്തിന്റെ അസ്തരത്തിലെ ചെറിയ കീറലുകൾ എന്നിവയിൽ നിന്നും ആശ്വാസം നൽകിയേക്കാം. ഉപയോഗിക്കുന്ന വിധം. നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ബാധിച്ച പ്രദേശത്ത് ക്രീമിന്റെ ഒരു നേർത്ത പാളി പുരട്ടുക. ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും നിങ്ങളുടെ കൈകൾ നന്നായി കഴുകുക. തകർന്നതോ പൊട്ടിയതോ ആയ തൊലിയിൽ പുരട്ടരുത്. പാർശ്വഫലങ്ങൾ. സാധാരണയായി നന്നായി സഹിക്കപ്പെടുന്നു, എന്നാൽ അപേക്ഷിക്കുന്ന സ്ഥലത്ത് ചുട്ടുപൊള്ളൽ, കുത്തൽ അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ മൃദുവായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. അപൂർവമായി ഇത് അലർജി പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. കരുതൽ. ഗർഭിണിയാണെങ്കിൽ, മുലയൂട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അടിസ്ഥാന രോഗങ്ങളുണ്ടെങ്കിൽ സ്മൂത്ത് ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി കടലാസുകളിൽ സംസാരിക്കുക. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ദീർഘനേരം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കുട്ടികളുടെ എത്തിപ്പെടാനാവാത്ത ദൂരത്ത് സൂക്ഷിക്കുക. പ്രധാന കുറിപ്പ്: സ്മൂത്ത് ക്രീം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ശുപാർശ ചെയ്ത അളവിൽ കവിഞ്ഞു പോകരുതും.